മലയാളി യുവാക്കൾ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്നതിൽ അന്വേഷണം ആരംഭിച്ച NIA. കൂലിപ്പട്ടാളത്തിൽ നിന്നും മോചിതനായ തൃശൂർ സ്വദേശി സതീഷിന്റെ മൊഴി NIA രേഖപ്പെടുത്തി. നടന്നത് മനുഷ്യക്കടത്താണെന്ന് സതീഷ് മീഡിയ വണിനോട് പറഞ്ഞു. ഇലക്ട്രീഷ്യൻ ജോലി എന്ന് പറഞ്ഞ് കബളിപ്പിച്ചാണ് കൂലിപ്പട്ടാളത്തിൽ ചേർത്തത്. തൃശൂർ സ്വദേശികളായ സിബിയും സുമേഷ് ആന്റണിയും എറണാകുളം സ്വദേശി സന്ദീപും എന്നിവരാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തിയ കൊടകര സ്വദേശിയായിട്ടുള്ള സന്തോഷാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ ഇവിടുന്ന് അവിടേക്കുള്ള ഈ കൂലിപ്പട്ടാളത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അത് ഒന്നാമത്തെ നമ്മുടെ കടബാധ്യത കാരണം നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു നോക്കായിരുന്നു ഇവിടെ. അപ്പം അതായത് റഷ്യയിലേക്ക് കുറേ ജോലികൾ കേസ് പറഞ്ഞു. അവസാനമാണ് ആൾ ഇത് പറഞ്ഞു, ഇതിന് ഫസ്റ്റ് എമൗണ്ട് ഇത്തിരി കുറവ് തന്നാൽ മതി, പിന്നെ അവിടെ നിന്ന് പൈസ അയച്ചു തന്നാൽ മതി പറഞ്ഞിട്ടാണ് ഇതിലേക്ക് ശമ്പളം കിട്ടുമ്പോൾ. എത്ര രൂപയാണ് അപ്പോൾ ഇവർ വാങ്ങിയത്? ഫസ്റ്റ് എമൗണ്ട് 80,000 രൂപയാണ് ഫസ്റ്റ് മേടിച്ചത്. അതിനുശേഷം മൊത്തം 2.5 പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ മൊത്തം ഒരു 190 കൊടുത്തിട്ടുണ്ട്. ഇത് ആരൊക്കെയാണ് ഇതിൽ നമ്മുടെ നേരിട്ട് ഇടപെട്ടുള്ള ആളുകൾ? ഇതിലിപ്പോൾ സുമേഷ്, പിന്നെ അവിടെ നിന്ന് സന്ദീപ് ഉണ്ട് അവിടെ ഉള്ളത്, റഷ്യൻ പൗരനാണ് ആള്. പിന്നെ ഇതിൽ ഫസ്റ്റ് ഈ മിലിറ്ററിയിൽ കയറിയ 3 പേരുണ്ട്. അതുപോലെ സിബി, രഞ്ജിത്ത്, റോയ് എന്നുണ്ട് 3 പേരുണ്ട്. അതിൽ സിബിയാണ് നമ്മളെ സിബിനാണ് ഇവർ വിളിക്കുക എപ്പോഴും കോൺടാക്ട്. ഞങ്ങൾ നേരിട്ട് വീഡിയോ കോൾ ചെയ്യുന്നത് അവരാണ്. കാരണം അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് നമ്മളെ പ്രിവേഷൻ ചെയ്യുന്നത് സിബിയാണ്. പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവിടെ പോയപ്പോണ്ടായിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് ക്യാമ്പിൽ ഇപ്പോൾ കുഴപ്പമുണ്ടായില്ല, ഫസ്റ്റത്തെ താമസം കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ ട്രെയിനിങ്ങിന് കയറി. ട്രെയിനിങ് ഇപ്പോൾ പറഞ്ഞു ട്രെയിനിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞു ട്രെയിനിങ് കയറിയപ്പോൾ ശരിയാണ്. അവർ തോക്കും, പിന്നെ മെഷീൻ ഗണ്ണിൻ്റെ, പിന്നെ RPG വെഹിക്കിൾ, ഷെല്ല് ഇല്ലേ, അതിൻ്റെ ഗ്രനേഡ്, എല്ലാ കാര്യങ്ങളും യുദ്ധത്തിൻ്റെ ഏത് രീതിയിലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ട്രെയിനിങ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആരാണ്, പോലീസാണോ നമ്മുടെ മൊഴിയെടുത്തിരിക്കുന്നത്? ആരൊക്കെയാണ് മൊഴിയെടുക്കാൻ ഇവിടെ എത്തിയത്? പോലീസ് ഏജൻസികൾ NIA വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചു നേരിട്ട് ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ തന്നെ CBIക്കാർ നമ്മൾ ചോദ്യം ചെയ്തിട്ട് വിട്ടത് 3 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സന്തോഷ് അവിടെ അനുഭവിച്ച ആ ഒരു തീവ്രത അല്ലെങ്കിൽ അവിടെ അനുഭവിച്ച കാര്യങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചത്. അവിടെ എത്രത്തോളം ബുദ്ധിമുട്ടായത് ഇവിടെ നിന്നും പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത്. പണം മാത്രമായിരുന്നു ഇവിടെ നിന്നും കൊണ്ടുപോയ ആളുകളുടെ ലക്ഷ്യമെന്നും സന്തോഷിന്റെ വാക്കുകളിലൂടെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. കെ അഖിൽ, മീഡിയ 1, തൃശൂർ.